കൂടി അവരുടെ ജീവിതമാകെ മാറ്റിമറിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ അവരെ ആകെ മാറ്റുകയായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ആരായിരുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു അഅറാബി വന്ന സംഭവം ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. വന്നുകൊണ്ട് പറയാണ്, യാ ഉമറൽ ഖൈരി ജുസീതൽ ജന്ന ഉക്സൂ ബുനയ്യാതി വ ഉമ്മഹുന്ന. ഉമറേ, നന്മയുടെ പ്രതീകമായ ഉമറേ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം പ്രതിഫലമായി നൽകുമാറാകട്ടെ. എൻ്റെ ഭാര്യയെയും മക്കളെയും താങ്കൾ വസ്ത്രം ധരിപ്പിക്കണം, അവർ നഗ്നരാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് ധരിക്കാൻ വസ്ത്രമില്ല എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ആ അഅറാബി കൈനീട്ടുന്ന ഒരു രംഗം. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്താണ്, ഞാനത് ചെയ്തില്ലെങ്കിൽ എന്ത് വരാനാണ്? അദ്ദേഹം പറഞ്ഞു, ഇദൻ യാ ഉമറു ലാ അദ്ഹബന്ന. ഉമറേ, നിങ്ങളത് തരാൻ തയ്യാറില്ലെങ്കിൽ ഞാനങ്ങ് പോകും. പക്ഷേ ഒരു ദിനം വരാനുണ്ട്. ആ ദിനത്തിൽ താങ്കളെ അല്ലാഹു ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ താങ്കൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ അതിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് കവിതയിലൂടെ അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആകെ വിറച്ചുപോയി. പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ ഭൃത്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ആ വസ്ത്രം എടുത്ത് ഇവർക്ക് കൊടുക്കുകയെന്ന്. അത് മാത്രമേ എനിക്കുള്ളൂ, എൻ്റേതായിട്ടുള്ളൂ, അത് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഇത് ആ ദിനത്തെ ഓർത്തുകൊണ്ടാണ്, ലാ ലിശ്റിക്, നിന്റെ കവിതയുടെ ഗുണം കൊണ്ടൊന്നുമല്ല, ആ പരലോകത്തെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഇത് നിനക്ക് കൈമാറുന്നത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തെ അതിനെ പ്രേരിപ്പിച്ചത്? അദ്ദേഹത്തിൻ്റെ മനസ്സ് വിശുദ്ധ ഖുർആൻ മാറ്റിമറിച്ചിരുന്നു എന്നതാണ്. ഖുർആൻ മനസ്സിലാകുന്നതിന് മുമ്പുള്ള ഉമർ ആയിരുന്നില്ല. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ ഉണ്ടായ ഉമർ. ആ രൂപത്തിൽ സഹാബികളെ മാറ്റിമറിക്കാൻ ഇസ്ലാമിന് കഴിഞ്ഞെങ്കിൽ, വിശുദ്ധ ഖുർആനിന് കഴിഞ്ഞെങ്കിൽ, ആ ഖുർആൻ എൻ്റെയും നിങ്ങളുടെയും കയ്യിലുണ്ട്. അതിലൂടെ ഈ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ, ഈ സമൂഹത്തിൻ്റെ മനസ്സ് മാറ്റാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമെന്നതാണല്ലോ ആ ചരിത്രം പഠിപ്പിക്കുന്നത്. അതേപ്രകാരം തന്നെ ജാഹിലിയ അറബികളിൽ മദ്യവും മദിരാക്ഷിയുമായി കഴിഞ്ഞിരുന്ന അറബികളെ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ മാറ്റിമറിച്ചിരുന്നു. താൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുന്തിരി വള്ളിക്ക് താഴെ തന്നെ കുഴിച്ചു മൂടണമെന്ന് പാടിയ അറബി കവികൾ വരെയുണ്ടായിരുന്നു. ഇദാ മുത്തു ഫദ്ഫന്നി ഇലാ ജംബി കർമത്തി തുറവ്വി ഇളാമി ബഅദ മൗതി അറുഫുഹാ വലാ തദ്ഫന്നി ഫിൽ ഫലാത്തി ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ അദുഖുഹാ. ഒരു അറബി കവി പാടിയതാണ്. എന്താ പാടിയത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുന്തിരി വള്ളിക്ക് താഴെയായിരിക്കണം എന്നെ കുഴിച്ചു മൂടേണ്ടത്. അത്രമാത്രം ലഹരിയിൽ അടിമപ്പെട്ട, കള്ളിൽ മുഴുകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഒരു മുന്തിരി വള്ളിക്ക് താഴെയാണ് എന്നെ മറമാടേണ്ടത്. എന്തിനാണ്? ഞാൻ എൻ്റെ എല്ലുകൾ ആ മുന്തിരിച്ചാറ് കുടിക്കാൻ അവസരം ലഭിച്ചെന്നിരിക്കും. മരുഭൂമിയിൽ ഒഴിഞ്ഞ പ്രദേശത്ത് എന്നെ മറമാടരുത്. അങ്ങനെ സംഭവിച്ചാൽ എനിക്കൊരിക്കലും ഈ മദ്യത്തിൻ്റെ അല്ലെങ്കിൽ മുന്തിരിയുടെ ചാറ് നുകരാൻ കഴിയില്ലല്ലോ എന്ന് പരിതപിക്കുകയാണ് ആ ജാഹിലിയ അറബി. ആ അറബി സമൂഹത്തെ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ മദ്യചഷകങ്ങൾ എടുത്തു വലിച്ചെറിയാൻ, മദ്യത്തിൻ്റെ വീപ്പകൾ മദീന തെരുവീതികളിൽ ഒഴുക്കാൻ കാരണമായി എന്നാണ് ചരിത്രം.